ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. യെസ് ഗായ്സ്, ഒരു സ്റ്റഡി പ്ലാനർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ പേര് കമൻറ്റിൽ ചോദിച്ചു പ്ലാനർ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതാക്കാമെന്ന്. പിന്നെ ഞാനൊരു പ്ലാനർ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്നും കൂടി വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റഡി പ്ലാനർ. ഒരു ബ്ലൂ തീമിൽ വരുന്ന ഒരു മിനി സൈസിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു പ്ലാനർ. ഇത് നമുക്ക് പോക്കറ്റിൽ വരെ ഇട്ട് നടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ സ്കൂളിൽ ബാഗിൽ തന്നെ കുറേ ബുക്സ് ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബുക്ക് ആക്കാണ്ട വിചാരിച്ചിട്ടാണ് ഇത്രയും മിനി ആക്കിയത്. അതാകുമ്പോൾ നമുക്ക് ബാഗിൽ കൊണ്ടുപോകാനും ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഫസ്റ്റ് പേജ് ആക്കുന്നത് നമ്മുടെ ടൈം ടേബിളാണ്, നമ്മുടെ ക്ലാസ് ടൈം ടേബിൾ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടില്ല, എന്നോട് ഞാൻ വിചാരിച്ചു ആ ഒരു പേജ് ഒഴിച്ചിടാന്ന്. പിന്നെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ടീച്ചർ പറയുന്ന സമയത്ത് അവിടെ എഴുതി കൊടുക്കാൻ വിചാരിച്ചു. ടൈം ടേബിൾ കിട്ടിയ ആൾക്കാർ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോംവർക്കൊക്കെ അടയാളപ്പെടുത്തുള്ള ഒരു പേജാണ്. അപ്പോൾ നമുക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ബോക്സ് ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ഹോംവർക്ക് തരുന്ന സമയത്ത് നമുക്ക് ഏത് സബ്ജക്റ്റിലാണ് ഹോംവർക്ക് തരുന്നത് ആ ഒരു സബ്ജക്റ്റിൻ്റെ നേരെ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ബോക്സ് വരച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണോ ഹോംവർക്ക് തന്നത് അതും കൂടി എഴുതി കൊടുക്കുക. അതാവുമ്പോൾ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം പേജിലെ ഹോംവർക്ക് തരുന്ന എല്ലാ ബുക്സും തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്ലാനർ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും ഏതൊക്കെ സബ്ജക്റ്റിലാണ് ഹോംവർക്ക് ഉള്ളതെന്ന്. അപ്പം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പേജാണ് കേട്ടോ ഈ ഒരു ഹോംവർക്കിൻ്റെ പേജ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഈ ഒരു പ്ലാനർ ഒരു ബ്ലൂ തീം ആക്കാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ബ്ലൂ മാത്രമായപ്പോൾ എന്തോ ഒരു കുറവ് പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു പിങ്കും ബ്ലൂവും തീമിലുള്ള ഒരു പ്ലാനർ ആക്കാമെന്ന്. അപ്പോൾ ഞാനൊരു പിങ്ക് കളറിലുള്ള ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് എല്ലാ സബ്ജക്റ്റിൻ്റെ മുകളിൽ കൂടെ എന്ത് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ക്രയോൺ യൂസ് ചെയ്തിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട തീമിൽ എന്ത് ചെയ്യുക, ഒന്ന് കളറൊക്കെ ചെയ്തിട്ട് ഒന്ന് ഭംഗിയാക്കുക. നെക്സ്റ്റ് പേജ് നമ്മുടെ ഗോൾസൊക്കെ അടയാളപ്പെടുത്താനുള്ള പേജാണ് കേട്ടോ. ആ ഒരു വർഷം നമുക്ക് എന്തൊക്കെ ഗോൾസാണ് അച്ചീവ് ചെയ്യേണ്ടത് അതൊക്കെ എഴുതി കൊടുക്കാനുള്ള ഒരു പേജാണത്. അപ്പോൾ ഞാനിപ്പോൾ 4 ബോക്സാണ് കേട്ടോ വരച്ച് കൊടുത്തത്. നെക്സ്റ്റ് പേജ് നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ അടയാളപ്പെടുത്താനുള്ള ഒരു പേജാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു പേജാണ്. നമുക്ക് നമ്മുടെ പഠിക്കേണ്ട ടൈംസ് ഒക്കെ ഇതിൽ അടയാളപ്പെടുത്താം. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ 9th സ്റ്റഡി വ്ലോഗ് വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ സ്റ്റഡി ടൈം ടേബിൾ ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ടൈം ടേബിൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് പേജ് നമ്മുടെ ടു ഡോ ലിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താനുള്ള ഒരു പേജാണ്. അപ്പം ഇതൊക്കെ ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. മെയിനായിട്ട് ഞാൻ ഈ ഒരു ബുക്കിലല്ല നമ്മൾ ടു ഡോ ലിസ്റ്റ് ചെയ്താൽ നമ്മൾ സ്റ്റിക്കി നോട്ടിലിട്ടാണ് ഞാൻ എഴുതിയിട്ട് ഒട്ടിക്കലായിട്ട് ചെയ്യാറ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്റ്റഡി പ്ലാനറിലും അടയാളപ്പെടുത്താം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടു ഡോ ലിസ്റ്റ്. നെക്സ്റ്റ് പേജ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്താനുള്ള ഒരു പേജാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പേജിനെ കൊണ്ടുള്ള യൂസ് എന്താണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ടീച്ചേഴ്സ് ഓരോ ഡേറ്റിലായിട്ട് എക്സാംസ് അതുപോലെ അസൈൻമെൻറ്റ് അതൊക്കെ തരുമല്ലോ. ആ ഒരു ഡേറ്റും അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് എന്താണോ അതും എഴുതി വെക്കാനുള്ളതാണ് ഈ ഒരു പേജ്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഡേറ്റ് എന്ന് അടയാളപ്പെടുത്തി ആ ഒരു ഡേറ്റ് ചെയ്താൽ പിന്നെ ഇമ്പോർട്ടൻ്റ് അത് എന്താണുള്ളത്, ഇപ്പോൾ എക്സാം ആണെങ്കിൽ അത് എഴുതുക, അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഈ ഒരു പേജ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ പ്ലാനറിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഫൈനലി നമ്മുടെ സ്റ്റഡി പ്ലാനർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. ഫസ്റ്റ് പേജിൽ നമുക്ക് സ്റ്റഡി പ്ലാനർ എന്നൊക്കെ എഴുതിയിട്ട് ഒരു ഫ്രണ്ട് പേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ് ടൈം ടേബിൾ, അതുപോലെ ഹോംവർക്ക്, പിന്നെ ഗോൾസ്, അതുപോലെ നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ, പിന്നെ ടു ഡോ ലിസ്റ്റ്, നമുക്ക് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താനുള്ളത്, പിന്നെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ മിനി സ്റ്റഡി പ്ലാനർ എന്ന് പറയുന്നത്. കുറേ പേര് ഒരു പ്ലാനറിൽ വീക്ക്ലി പ്ലാനർ, മന്ത്ലി പ്ലാനർ, പിന്നെ ഡെയിലി പ്ലാനർ അങ്ങനെ കുറേ സംഭവം ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എൻ്റെത് ഒരു ബിഗിനേഴ്സിനൊക്കെ പറ്റിയ രീതിയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള ഒരു സ്റ്റഡി പ്ലാനറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ ആ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്റ്റഡി പ്ലാനർ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനറാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ പെന്ന് യൂസ് ചെയ്താൽ പിന്നെ ആ ഒരു ഡേറ്റ് മാത്രമേ കഴിയുള്ളൂ. പിന്നെ പെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇയർ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാനർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു സ്റ്റഡി പ്ലാനർ മേക്കിംഗ് വീഡിയോ. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നെക്സ്റ്റ് ഏത് വീഡിയോ ആണെന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നാളെ ആയിരിക്കും നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ വരിക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.